അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആശുപത്രി മുറിയിലെ വെളുത്ത ചുവരുകൾക്കിടയിൽ നിന്ന് ഒരു ആശ്വാസത്തിൻ്റെ നെടുവീർപ്പുയർന്നു. പുത്തൻവീട് തറവാട്ടിലെ തണൽ വൃക്ഷമായ ആയിഷുമ്മയെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. മുറിക്കുള്ളിൽ ബാഗുകൾ ഒതുക്കി വെക്കുന്നതിലും മരുന്നുകളും രേഖകളും എടുത്തു വെക്കുന്നതിലും തിരക്കിലായിരുന്നു മകൻ ഷമ്മാസും മരുമകൾ നുസൈബയും. ഉമ്മയെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതിൻ്റെ സന്തോഷം രണ്ടുപേരുടെയും മുഖത്തുണ്ടായിരുന്നു. അപ്പോഴാണ് ആശ്വാസത്തിൻ്റെ പുഞ്ചിരിയോടെ ഡോക്ടർ മുറിയിലേക്ക് കടന്നു വന്നത്. ആ ഷമ്മാസ്, പോകാനായോ? സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ? ഡോക്ടർ ചോദിച്ചു. അതെ ഡോക്ടർ, എല്ലാം റെഡിയാക്കി വരികയാണ്. ഷമ്മാസ് മറുപടി നൽകി. ശരി, ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് അവസാനമായിട്ടൊന്ന് ഉപദേശിക്കാനുണ്ട്. ഡോക്ടർ ആയിഷമ്മയുടെ അടുത്ത് കസേര വലിച്ചിട്ടിരുന്നു. ആ ഉമ്മ. ആ ഡോക്ടറെ. ആയിഷമ്മയുടെ കൈകളിൽ മെല്ലെ ഒന്ന് തൊട്ടുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. ആയിഷുമ്മ, നിങ്ങൾ കാണാൻ ചുരുക്കി പറഞ്ഞാലിപ്പോൾ പഴയ പോലെയല്ല. സത്യം പറഞ്ഞാൽ അസുഖമൊക്കെ മാറിയപ്പോൾ നല്ലോണം മൊഞ്ചത്തിയായിട്ടുണ്ട്. എന്ത് ഭംഗിയാണോ, നല്ലൊരു യുവതിയായിട്ടുണ്ടല്ലോ. പഴയതിനേക്കാളും ഗ്ലാമറും കൂടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്താ ഇതിൻ്റെ രഹസ്യം? ഞാൻ നിങ്ങളോട് ചോദിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ ചിരിച്ചുകൊണ്ട് ഡോക്ടറോട് ഐശ്വര്യ പറഞ്ഞു. എൻ്റെ പൊന്നാര ഡോക്ടറെ, നിങ്ങൾ ഇന്നെങ്ങനെ മക്കാറാക്കിക്കോളിട്ടാ. അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൊഞ്ചലേറാണ്. എൻ്റെ പൊന്നുമ്മ, എൻ്റെ ഉമ്മയുടെ സ്ഥാനത്താണ് നിങ്ങളെ ഞാൻ കാണുന്നത്. എൻ്റെ പൊന്നാര ഡോക്ടറെ, നിങ്ങളോട് പറയാൻ, നിങ്ങളെ കണ്ട എൻ്റെ അസുഖം മുഴുവനും മാറുകയും ചെയ്തു. ആ ഉമ്മ, എന്തൊക്കെ തന്നെയാലും റാഹത്താണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ ബോഡിയെക്കുറിച്ച് ഞാനൊന്ന് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ അടിപൊളിയാണ്. അതായത് നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ BP, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, ഇതൊന്നും പേടിക്കേണ്ടതില്ല. ഒക്കെ നോർമലായിട്ടുണ്ട്. തികച്ചും നോർമലാണ്. ഇതൊക്കെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ അതിനൊന്നും പ്രത്യേക മരുന്നുകൾ കുറിച്ചിട്ടില്ല. ഡോക്ടർ ആയിഷമ്മക്ക് ധൈര്യം നൽകി. പക്ഷെ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഒരിക്കലും മനസ്സിലേക്ക് വലിയ ടെൻഷനൊന്നും കടത്തി വിടരുത്. അതിനുശേഷം ഡോക്ടർ ഷമ്മാസിനെ അടുത്തേക്ക് വിളിച്ചു. ശബ്ദം അല്പം താഴ്ത്തി കാര്യഗൗരവത്തോടെ പറഞ്ഞു. ഷമ്മാസ്, ഉമ്മയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. പെട്ടെന്ന് ഷോക്ക് നൽകുന്നതോ മനസ്സിന് വലിയ ആഘാതം ഉണ്ടാക്കുന്നതായ ഒരു സാഹചര്യവും ഉമ്മയുടെ മുന്നിൽ ഉണ്ടാവരുത്. കാരണം പെട്ടെന്ന് ഉണ്ടാകുന്ന ഇത്തരം വലിയ ടെൻഷനുകൾ താങ്ങാൻ ഉമ്മയുടെ ശരീരത്തിന് ഇപ്പോൾ കഴിയില്ല. അങ്ങനെ ഉണ്ടായാൽ ഹാർട്ട് അറ്റാക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ സൈലൻ്റ് അറ്റാക്ക് വന്നു പോയതായിട്ടുണ്ട്. പക്ഷെ ഇപ്പം കഴിഞ്ഞിട്ടൊന്നുമില്ല. സൈലൻ്റ് അറ്റാക്ക് വരും, നമ്മൾ അറിയില്ല. പക്ഷെ അങ്ങനെ 4th സ്റ്റേജ് 3rd സ്റ്റേജൊക്കെ എത്തിയാൽ തന്നെ നമുക്ക് പിന്നെ ടെൻഷനാണ്. അതുകൊണ്ട് അറ്റാക്കിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഉമ്മ അറിയണ്ട. ചില ആളുകൾക്ക് ടെൻഷൻ വരുമ്പോൾ അത് ഉള്ളിലൊതുക്കാൻ കഴിയില്ല. അതാണ് അവസ്ഥ. പിന്നെ ഐഷുമ്മ എന്ന് വെച്ചാൽ ഒരുവിധമൊക്കെ ക്ഷമിക്കുമെന്ന് കണ്ടറിയാം. വളരെയധികം വിഷമകരമായ അവസ്ഥയിലുള്ളതാണ് ഐഷുമ്മക്ക് സഹിക്കാൻ കഴിയാതാവുന്നത്. അല്പം നിർത്തിയ ശേഷം ഡോക്ടർ തുടർന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഉമ്മക്ക് വലിയൊരു മനപ്രയാസം ഉണ്ടായിട്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഉമ്മയോട് സംസാരിച്ചപ്പോൾ ചോദിച്ചിരുന്നു, മകൻ്റെ ജീവിതത്തിൽ മരുമകളെ വേർപിരിയേണ്ടി വന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഉമ്മ എന്നോട് സങ്കടത്തോട് സംസാരിച്ചിരുന്നു. പെട്ടെന്നാണ് ഷമ്മാസിൻ്റെ മനസ്സിലേക്ക് അത് കയറി വന്നത്. അള്ളാഹ്, ഫൈസൽക്കയെ കുറിച്ചായിരിക്കും. അതെ, നുസൈബയുമായുള്ള ദാമ്പത്യ ജീവിതം പിരിഞ്ഞതിനെ കുറിച്ചായിരിക്കും. അത്തരം കാര്യങ്ങൾ ഉമ്മയുടെ മനസ്സിനെ അതാണ് ഉമ്മനെ എത്രയധികം തളർത്തിയത്. അന്ന് ഉമ്മ നല്ലോണം ഇടങ്ങാറായിട്ടുണ്ട്, നല്ല ടെൻഷനായിട്ടുണ്ട് ആ കാര്യത്തിൽ. ആ സമയത്ത് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നല്ലോ. അന്ന് ഷമ്മാസ് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അതായത് മരുമകൾ ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ച് നോക്കിയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇനി ഒരിക്കലും പഴയ വിഷമങ്ങളിലേക്ക് ഉമ്മയുടെ മനസ്സിനെ കൊണ്ടുപോകരുത്. ഒന്നിനും ഇനി ടെൻഷൻ ആവരുത്. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഷമ്മാസ് തലയാട്ടി. അവൻ്റെ കണ്ണുകളിൽ ഉമ്മയോടുള്ള കരുതലും ഉള്ളിലൊരു സങ്കടവും മിന്നിമറഞ്ഞു. നുസൈബയും ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ കേട്ടു നിന്നു. എന്നാൽ ശരി, സന്തോഷത്തോടെ നല്ല റാഹത്തോടു കൂടി പുത്തൻവീട് തറവാട്ടിലേക്ക് പോയിക്കോളിട്ടോ. ഡോക്ടർ സ്നേഹത്തോടെ യാത്രാമൊഴി ചൊല്ലി. മോനെ, ആ ഡോക്ടറിൻ്റെ മോനെ പോലെ തന്നെയാണ്, നല്ല സ്വഭാവമുള്ള ഡോക്ടറാണ്. ആ ഡോക്ടറെ കണ്ടാൽ തന്നെ എൻ്റെ അസുഖം മാറി മോനെ. ഉമ്മക്ക് ഏതായാലും അങ്ങനെ ഡോക്ടർ ഉണ്ടായത് നന്നായി. ഡോക്ടറുടെ ഉപദേശങ്ങളും കരുതലും നിറഞ്ഞ വാക്കുകൾക്ക് നന്ദി പറഞ്ഞ് ഷമ്മാസിൻ്റെയും നുസൈബയുടെയും കൈപിടിച്ച് ആയുഷും അത് ആശുപത്രിയുടെ പടികളിറങ്ങി. വണ്ടി തറവാട്ടുമുറ്റത്തേക്ക് അടുക്കുമ്പോൾ ഇനി വരാനുള്ള നാളുകളിൽ ഉമ്മക്ക് സന്തോഷം മാത്രം നൽകണമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു ഷമ്മാസും നുസൈബയും. പുത്തൻവീട് തറവാട് വീണ്ടും പഴയതുപോലെ തണലും സന്തോഷവും നിറഞ്ഞ ഇടമായി മാറുവാൻ വേണ്ടി ഷമ്മാസ് പ്രാർത്ഥിച്ചു. ആശുപത്രിയിൽ നിന്നുള്ള മടക്കയാത്രയിൽ കാർ തറവാട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്.
മുൻസീറ്റിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കാണുന്ന ആയിഷുമ്മ. ആയിഷുമ്മയുടെ മുഖത്ത് വലിയൊരു ശാന്തതയുണ്ടായിരുന്നു. അപ്പോഴാണ് ഷമ്മാസ് കാറിൻ്റെ മിററിലൂടെ ഉമ്മയെ നോക്കി ഒരു കാര്യം ഓർമ്മിപ്പിച്ചത്. ഉമ്മ, ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇന്ന് നമ്മളെ കാണാൻ വീട്ടിലേക്കൊരു ഗസ്റ്റ് വരും കേട്ടോ. ഉമ്മ പെട്ടെന്ന് തലതിരിച്ച് ഷമ്മാസിനെ നോക്കി പുഞ്ചിരിച്ചു. ആ മോനെ, ഞാൻ വണ്ടിയിൽ കയറിയത് മുതൽ ഞാനിങ്ങനെ ചോദിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അല്ല മോനെ, എന്താണ് ആ കുട്ടീൻ്റെ പേര് പറഞ്ഞത്? ഉമ്മ, റിസ്വാൻ വക്കീൽ എന്നാണ് പേര്. ആ ഋഷു എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാം. എന്തൊക്കെ തന്നെയാലും മുസ്ലിം തങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പൊന്നാര മോനെ, പറഞ്ഞു കേട്ടപ്പോൾ ആ കുട്ടിയൊന്ന് കാണാൻ വല്ലാത്ത കൊതിയായിട്ടാ. ഐഷുമ്മ കണ്ണുകളിലെ കൗതുകത്തോടെ തുടർന്നു. മറ്റൊന്നും കൊണ്ടുമല്ല മോനെ, ആ കുട്ടിയുടെ നല്ല കാര്യങ്ങളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചൊക്കെ കേട്ടപ്പോഴേ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ്. തെറ്റൊന്നും ചെയ്യാത്ത നിരപരാധികളായ പാവങ്ങളെ രക്ഷിക്കാനും അവരെ സഹായിക്കാനൊക്കെ വേണ്ടിയിട്ടാണല്ലോ അവൾ വക്കീൽ കുപ്പായം പോലും ഇട്ടത് എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെയുള്ളൊരു നല്ല കുട്ടിയെ നേരിട്ട് കാണാൻ എനിക്ക് വല്ലാത്തൊരു പൂതിയാ മോനെ. ഉമ്മയുടെ വാക്കുകൾ കേട്ട് ഷമ്മാസിന്റെ മുഖത്ത് പെരുമയും സന്തോഷവും നിറഞ്ഞു. അവൻ റിസ്വാൻ വക്കീലിനെ കുറിച്ച് വിശദമായി ഉമ്മയോട് പറയാൻ തുടങ്ങി. ഉമ്മ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും എത്രയോ നല്ല മനുഷ്യനാണ് റിസ്വാന. അതായത് ഇന്നത്തെ കാലത്ത് കോടതിയും കേസും എന്നൊക്കെ പറഞ്ഞാൽ പണമുള്ളവരുടെ കളി മാത്രമാണ്. എന്നാൽ റിസ്വാന വക്കീൽ അങ്ങനെയല്ല. കയ്യിൽ ചില്ലി കാശില്ലാത്ത, ആരെയും സഹായിക്കാനില്ലാതെ നീതിക്ക് വേണ്ടി കരയുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അതെ പടച്ചോന് നൽകുന്നൊരു സഹായം പോലെയാണത്. ഷമ്മാസ് യാത്രയിലുടനീളം റിസ്വാന വക്കീലിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് മുഹ്സിൻ തങ്ങൾ പറഞ്ഞതിനെക്കുറിച്ചും ആയിഷമ്മയോട് പറഞ്ഞു കൊടുത്തു. ഉമ്മ, മോനെ, ചുരുക്കി പറഞ്ഞ പാവങ്ങളെ വക്കീൽ തന്നെ പറയല്ലേ? അതെ ഉമ്മ, വലിയ ഫീസും വാങ്ങി വമ്പൻ കേസുകൾ മാത്രം പിടിച്ച് പണമുണ്ടാക്കാൻ റിസ്വാൻ വക്കീലിന് മിനിറ്റുകൾ മതി ഉമ്മ. പക്ഷേ അവർ അങ്ങനെ ചെയ്യാറില്ല. പാവപ്പെട്ടവർക്ക് ഫീസില്ലാതെ കേസ് വാദിച്ചു കൊടുക്കും. നീതി നിഷേധിക്കപ്പെട്ട നിരപരാധികൾക്ക് വേണ്ടി അവർ ആ കറുത്ത കുപ്പായം അതിനു വേണ്ടിയിട്ടാണ് അണിയുന്നത്. എന്തായാലും മുഹ്സിൻ തങ്ങൾ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞതുകൊണ്ട് എനിക്കും തന്നെ കാണുവാനൊരു പ്രതീക്ഷ. അതായത് ഒന്നുമല്ല, നീതിക്ക് വേണ്ടി പോരാടുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ. എന്നാൽ ആരെങ്കിലും ഒരു അടിയന്തര ആവശ്യം ചെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്ത് കൊടുത്തിട്ടാണെങ്കിലും അവർ അവരെ സഹായിക്കും. നീതിക്ക് മുന്നിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വ്യത്യാസമില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ കാര്യത്തിൽ അവർ ഉഷാറാണ്. അതുമാത്രമല്ല, മുസ്ലിം തങ്ങൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, നല്ല സൗമ്യമായ പെരുമാറ്റമാണെന്ന്. എത്ര വലിയ പദവിയിലാണെങ്കിലോ ഇപ്പോൾ അത് കഴിഞ്ഞ് മജിസ്ട്രേറ്റ് എക്സാം എഴുതിയിട്ട് ജഡ്ജിയുടെ സ്ഥാനത്തേക്ക് അവൾ നിൽക്കുകയാണ്. അതായത് അതിനുള്ള എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. എത്ര വലിയ പദവിയിലാണെങ്കിലും വീട്ടിലെ പ്രായമായവരോടും കൊച്ചു കുട്ടികളോടും സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ആ നല്ല മനസ്സും എളിമയും അറിയാൻ പറ്റുമത്രേ. എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കുന്ന സ്വഭാവമാണ് അവളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ശരിക്കും നുസൈബ പറഞ്ഞു. ഇക്ക, സത്യം പറഞ്ഞാൽ എല്ലാം പറഞ്ഞു കേട്ടപ്പോൾ ഇപ്പോൾ തന്നെ കാണാൻ തോന്നുകയാണല്ലേ? അതെ, അവർ വരും ഇൻഷാ അല്ലാ. ഷമ്മാസ് പറയുന്ന ഓരോ വാക്കും ആയുഷും വളരെ ആകാംക്ഷയോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടിയാണ് കേട്ടിരുന്നത്. നുസൈബയും കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് വരെ മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങളും ആശുപത്രിയിലെ തളർച്ചയുമെല്ലാം ഉമ്മ പൂർണ്ണമായും മറന്നു പോയിരിക്കുന്നു. എന്തൊരു നല്ല കുട്ടിയാ മോനെ അവള് അല്ലേ? പഠിച്ചോ, അവൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആയുഷുമ്മ അറിയാതെ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഇത്ര നല്ല മനുഷ്യരെ കാണുന്നതും അവരുമായി സംസാരിക്കുന്നതും തന്നെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമാണ്. റിസ്വാൻ വക്കീലിൻ്റെ നന്മ നിറഞ്ഞ കഥകൾ കേട്ടുകൊണ്ടുള്ള ആ യാത്ര ആയിഷമ്മയുടെ മനസ്സിൽ പുതിയൊരു പ്രതീക്ഷയും സന്തോഷവും നിറച്ചു. മനസ്സിലെ വിഷമങ്ങൾ മാറി സന്തോഷത്തോടെ തറവാട്ടിൽ കാത്തിരിക്കുന്ന ആ നല്ല അതിഥിയെ കാണുവാൻ വേണ്ടി ആയിഷമ്മ കൊതിയോടെ അങ്ങനെ വീട്ടിലെത്തി. എന്നാൽ പുത്തൻവീട് തറവാടിൻ്റെ ഗേറ്റ് കടന്ന് ഷമ്മാസിൻ്റെ കാർ അകത്തേക്ക് ചെന്നു. എന്നാൽ പെട്ടെന്ന് മിസിരി അവിടെ ഉണ്ടായിരുന്നു. അവൾ മുറ്റമടിച്ചു വരികയായിരുന്നു. അല്ലാ ഉമ്മ, ഷെമിത്ത, റാഹൽത്ത, ഉമ്മ വന്നു. എല്ലാവരും ഓടിയെത്തി. ഉമ്മ വന്നോ? എന്നാൽ അപ്പോഴേക്കും സെമീറയും വരുന്നു. പഠിച്ചോനെ, ഉമ്മ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ സെമീറ വല്ലാതെ വിങ്ങിപ്പൊട്ടി. മോളെ, അകത്തൊക്കെ മോളെ, അന്നേരം പുറത്തേക്കൊന്ന് ഇറങ്ങി വരല്ലേ? എന്നാൽ ഉമ്മയെ കണ്ടപ്പോൾ അവൾ നിയന്ത്രണം വിട്ട് ഉമ്മ വന്നു എന്ന് പറഞ്ഞപ്പോൾ വന്നതാണ്. മോളെ,
അല്ലാ ബിസ്മില്ലാ റഹ്മാൻ. ഉമ്മ ഞാൻ പിടിക്കാം. അല്ല മോനെ ഇപ്പോൾ ഒന്നുമില്ലല്ലോ. അങ്ങനെ അത് പുത്തൻ വീട് തറവാട്ടിലേക്ക് എത്തി. ഉമ്മ ആ സിറ്റ് ഔട്ടിൽ തന്നെ ഒന്നിരുന്നു. അല്ലാ പഠിച്ചോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഓ റഹ്മാനെ, ഈ സിറ്റ് ഔട്ടിൽ ഇവിടെ ഈ ഒരു കുത്തിർക്കലുണ്ടല്ലോ, അത് വല്ലാത്തൊരു റാഹത്താണ്. ഈ കണ്ട മിറ്റും ആ തൊടും സ്ഥലവും ഒക്കെ ഇങ്ങനെ കണ്ണോട്ടുണ്ടായിക്കാണ്ട് ഇങ്ങനെ കാണുമ്പോഴേ എന്താണെന്നറിയില്ല, ഒരു റാഹത്താണ്. ഒന്നുമല്ല, അങ്ങനെ ഒഴിഞ്ഞങ്ങനെ കെടുക്കുമ്പോഴേ കണ്ണിനൊരു സുഖമാണ്. അല്ലാ ഉമ്മക്ക് ആശുപത്രിയിൽ ആ ഇടുക്ക് റൂമും മോനെ അതോടൊന്നല്ല, അതിപ്പോൾ നമ്മളെ അവസ്ഥ അങ്ങനെയൊക്കെ ആയിട്ടല്ലേ. എന്നാലും അൽഹംദുലില്ലാ ഇവിടെ അങ്ങോട്ട് എത്തിക്കിട്ടിയാൽ ഞാൻ പടച്ച റബ്ബിനെ സ്തുതിക്കും. അല്ലാ എൻ്റെ മക്കളെല്ലാവരും ഇവിടെ വേണം, എൻ്റെ മക്കളും മരുമക്കളും അടക്കി വേണം. ഇന്ന് എനിക്ക് നല്ല തൃപ്തിയാണ്. ഓ അപ്പോഴേക്കും അതാ റാഹില വന്നു. ഉമ്മ എങ്ങനെയുണ്ട്? മിസിരിയുമുണ്ട് കൂടെ. മക്കളെ അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്. നിങ്ങൾ തിന്നും കുടിച്ചും ചെയ്തേക്കണം. നിങ്ങൾ എന്താ കുടിച്ചത്? ആയിഷുമ്മ മക്കളോട് ആദ്യമേ ചോദിച്ചത് അതായിരുന്നു. എന്തെങ്കിലും കുടിച്ച മക്കളെ നിങ്ങൾ? ആ ഉമ്മ ഞങ്ങൾ ചായ അടിച്ചോ. എവിടെ ഉണ്ട് കുട്ടി? മിസിരിയെ ഉമ്മ കുട്ടി ഉറങ്ങിക്കണ്. ആ പഠിച്ചോനെ പാവൻ്റെ പൈതൽ. സൗദ അവിടെ കിടക്കുന്നേക്കും അല്ലേ? ആ സൗദത്ത ഇതുവരെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവിടെ പോയി കിടന്നിക്കണ്. പഠിച്ചോനെ എന്താ റബ്ബേ ഞാൻ കാട്ടും, എനിക്ക് പൊട്ടിയാറില്ല. എന്നാൽ ഷമ്മാസ് പെട്ടെന്ന് എന്തുമ്മ എന്ത് പ്രശ്നം? ഉമ്മ എന്തിനെ കുറിച്ചപ്പെട്ട് ടെൻഷനായത്? അല്ലേ ആ സൗദ അവിടെ അച്ചൽക്ക് കിടക്കണം, എന്താ എൻ്റെ സ്ഥിതിയാവുമെന്നറിയാം. എൻ്റെ പൊന്നാരുമ്മ, ദയവായി ഉമ്മ മറ്റുള്ളവരെ കുറിച്ചും ചിന്തിക്കരുതേ. ഉമ്മാൻ്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ആർക്കും ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു ഉമ്മ, ആർക്കും ഒരു കുഴപ്പമില്ല. ഇതുവരെയും എഴുന്നേറ്റ് അതിലെന്തിലും നടന്ന ഓളിപ്പോൾ പോയി കിടന്നു. ഉമ്മ നിങ്ങളൊന്നും മൈൻഡ് ചെയ്യണ്ട. ഉമ്മാൻ്റെ കാര്യം നോക്കിയാൽ മതി. ഇപ്പോൾ വരും വക്കീലിനുള്ള കാര്യങ്ങളാണ് ഞാൻ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും അതാ മുഹ്സിൻ തങ്ങൾ വിളിക്കുന്നു. ഹലോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം തങ്ങളെ. ആ അവരവിടുന്ന് പുറപ്പെടാൻ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയതിന് ശേഷം എത്താന്നുള്ള നിലക്കേ ഞങ്ങൾ തങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആ ഓക്കെ ആ എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. എന്നാൽ ഈ സമയം അതാ റിസ്വാൻ വക്കീലും സഫീറും അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. വല്യമ്മയുടെ കാര്യം ആയിഷയെ അതാ ഏൽപ്പിക്കുന്നു. ആയിഷ ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ മോളെ. അതായത് ഒരു ദുരൂഹതയേറിയ ഒരു കേസ് അതൊന്ന് വാദിക്കാനുണ്ട്. അതായത് ഒന്നുമല്ല, ജസ്റ്റ് നമുക്കൊന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്താ അതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്, എന്താ ഏതൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ടേ. അപ്പോൾ കാരണം വെറുതെ നിരപരാധികളായ ആളുകളെ ശിക്ഷിക്കുന്നത് ഒരിക്കലും നല്ലതല്ലല്ലോ. ആയിഷ ഞങ്ങളൊന്ന് പോയി വരാം. ഉമ്മ അതെ ഞങ്ങളൊന്ന് പോയി വരാം കേട്ടോ. മക്കളെ നല്ലോണം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പോയിട്ടോ. ചുറ്റുഭാഗത്തൊരു ശത്രുക്കളായിരിക്കും. ഉമ്മ അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ ശത്രുക്കളൊക്കെ കുറേ മിത്രങ്ങളായി മാറിയിട്ടുണ്ട്. മോളെ നോക്കിയും കണ്ടൊക്കെ പോണട്ടോ. ആയിക്കോട്ടെ വല്യമ്മ. പിന്നെ വല്യമ്മ ഇത് കുടിച്ചാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ചൂടാറാൻ വേണ്ടി വെച്ചത്. മോൾ അതൊക്കെ ഞാൻ കുടിച്ചോണ്ട് ആയിഷ അതൊക്കെ തരുമല്ലോ. തരായിട്ടല്ല, എന്നാൽ എനിക്കൊരു സമാധാനക്കേട്. ഇത് കുടിക്കി. അങ്ങനെ വല്യമ്മക്ക് വേണ്ടി നല്ല ലൂസിൽ കാച്ചി വെച്ച രാഗി അവൾ തന്നെ കൊടുത്തു. വല്യമ്മ നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്നവരിട്ടോ. മോളെ ആമി അതെ ഇപ്പം വരാട്ടോ. കുഞ്ഞിമ്മ ഇപ്പം വരാം. എന്നാൽ സഫീർ പറഞ്ഞു, ഋഷു എന്തേക്കാ നീ എങ്ങോട്ട് പോകുന്നത് എനിക്കറിയോ? ഇല്ല. അതെ ഒരു വലിയ തറവാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓ എൻ്റെ പേര് പറഞ്ഞത് പുത്തൻ വീട് തറവാട്. ഓ പുത്തൻ വീട് തറവാടിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വലിയൊരു എന്താ പറയുക ദാനം ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട് അവിടെ, ഒരു ഉമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഭാഗത്തേക്ക് ആ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം നമ്മൾ ആ വീട്ടിലേക്കാണ് പോകുന്നത്. എന്നോട് മുഹ്സിൻ തങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് അത്ര അങ്ങ്. പിന്നെ മുഹ്സിൻ തങ്ങൾ എന്നെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നമുക്ക് കാണാമല്ലോ അല്ലേ. പിന്നെ വളരെയധികം ദാനധർമ്മങ്ങൾ ചെയ്യുന്നൊരു സ്ത്രീയാണ്, അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യത്വമുള്ള സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലും നമുക്ക് പോയി നോക്കുക. എന്താണെന്നറിയില്ല, സഫീറിനും ഭാര്യ റിസ്വാൻ വക്കീലിനും വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആ വീട്ടിലേക്ക് പോവുക എന്നുള്ളത്. കാരണം കേട്ടറിഞ്ഞ ആ ഒരു യഥാർത്ഥം ശരിക്കും കണ്ടറിയുവാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. പ്രകൃതി രമണീയമായ ആ വില്ലയിൽ നിന്ന് സഫീറും റിസ്വാൻ വക്കീലും പുറപ്പെടുകയാണ്. പുത്തൻ വീട് തറവാട്ടിലേക്കുള്ള യാത്രക്കായി ഫയലുകളെല്ലാം ഒതുക്കി വെക്കുകയായിരുന്നു. അവരുടെ മനസ്സിൽ വലിയൊരു പരിഭ്രമവും അതോടൊപ്പം വല്ലാത്തൊരു ആകാംക്ഷയും നിഴലിച്ചിരുന്നു.
പുത്തൻ വീട് എന്നത് കേവലം ഒരു തറവാടല്ല, നാട്ടുപ്രമാണികളുടെ പാരമ്പര്യത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന വലിയൊരു വടവൃക്ഷമാണ്. എന്താ നിനക്കെന്തൊരു ടെൻഷന്? ഏയ് ഒന്നുമില്ല. എന്താ മുഖത്തൊരു ആലോചന? പുത്തൻ വീട് തറവാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് കൊണ്ട് എത്താറായി എന്ന് വിചാരിച്ചിട്ടാണോ? റിസ്വാൻ വക്കീൽ ഒരു നെടുവീർപ്പോടെ ഫയൽ അടച്ചു വെച്ചു. അതെ സഫീർ, പുത്തൻ വീട് തറവാട്ടിലെ ഒരു കേസ് വാദിക്കാൻ മാത്രം ഞാനൊക്കെ ആയോ എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങളൊക്കെ പറഞ്ഞില്ലേ കേളി കേട്ട തറവാടാണ് എന്നൊക്കെ. അത്ര വലിയ തറവാടൊക്കെ ആണെങ്കിൽ, അത്ര വലിയ സമ്പന്നരും പ്രമാണിമാരുടെ ഇടമൊക്കെ ആണെങ്കിൽ, എന്നെപ്പോലെ സാധാരണക്കാരിയായ ഒരു വക്കീലിനെ അങ്ങോട്ടൊക്കെ ചെല്ലാൻ അനുമതി ഉണ്ടാകുമോ? അവിടെ ചെന്നാൽ എന്നെ അവർ എങ്ങനെ സ്വീകരിക്കും എന്നൊരു ഭയമുണ്ട്. റിസ്വാൻ വക്കീലിന്റെ സംശയം കേട്ട് സഫീർ ഒരു നിമിഷം പറഞ്ഞു. അതായത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, അതായത് ആ ഒരു തറവാടിൻ്റെ പ്രൗഢി മാത്രം എന്ന് വെച്ചാൽ അവർ അങ്ങനെ പ്രൗഢിയോടെ ജീവിക്കുന്നവരല്ല. പക്ഷേ ആ തറവാടിന് ജീവനും വെളിച്ചവും നൽകുന്ന ആയുഷ്മയെക്കുറിച്ച് നിനക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം. ആ ഉമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സഫീർ ആയുഷ്മയെക്കുറിച്ച് വിവരിക്കാൻ തുടങ്ങിയപ്പോൾ റിസ്വാൻ വക്കീലിൻ്റെ മനസ്സിൽ അത്ഭുതം കൊണ്ട് വിടർന്നു. ആയുഷമ്മ എന്ന് പറഞ്ഞാൽ ഒരു കേളി കേട്ടൊരു ഉമ്മയാണ് റിസ്വാന. സ്വന്തം മക്കളെയും മരുമക്കളെയും നാട്ടുകാരെയും ഒക്കെ ഒരുപോലെ ഒരു കണ്ണുകൾ കൊണ്ട് മാത്രം അപൂർവം മനുഷ്യരിൽ ഒരാൾ, അങ്ങനെയാണ് എല്ലാവരെയും കാണുന്നത്. അല്ലെങ്കിൽ മരുമക്കളെന്നോ മക്കളെന്നോ വേർതിരിവില്ലാത്ത സ്വഭാവം. പുത്തൻ വീട്ടിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ളത് വേർതിരിവില്ല. അങ്ങനെ ഒരു കാരണമേ ഉള്ളൂ. അതായത് ആയുഷമ്മയുടെ വിശാലമായ മനസ്സാണ്, അവിടെ ആര് വന്നാലും സ്വീകരിക്കും. സഫീർ ആയിഷമ്മയുടെ ഉദാത്തമായ സ്വഭാവ ഗുണങ്ങൾ ഒന്നൊന്നായി വിവരിച്ചു കൊടുത്തു. അത് പിന്നെ നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, അവിടെ എല്ലാവരും ഒരു കണ്ണുകൊണ്ടാണ് അവർ കാണുക. അത്രക്കും ആ തറവാടിൻ്റെ പടി കടന്നു വരുന്ന ആരുമാകട്ടെ, വലിയ പ്രമാണികളായാലും തെരുവിൽ നിന്ന പാവപ്പെട്ടവരാണെങ്കിലും ആയിഷമ്മയുടെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ആരെയും താഴ്ത്തി കാണാനോ പണത്തിൻ്റെ പേരിൽ ആർക്കെങ്കിലും പ്രത്യേക പരിഗണന നൽകാനോ ആ ഉമ്മാക്കറിയില്ല. തറവാട്ടിലെ പണിക്കാരികൾക്ക് പോലും അവിടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് കഴിയുന്നത്. ജോലിക്ക് വന്നവർക്ക് പോലും അവിടെ സ്ഥാനമാണ്. പിന്നെ അത് മാത്രമല്ല, ഉമ്മയോട് ആരെങ്കിലും മോശമായി പെരുമാറുകയോ എന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്താലേ ഒരിക്കൽ പോലും തിരിച്ചൊന്നും പറയാൻ ഉമ്മ തയ്യാറാവില്ല. നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചാൽ പോലും അവരെ തിരിച്ചു ഉപദ്രവിക്കരുത്, സ്നേഹം കൊണ്ട് അവരെ ജയിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഉമ്മ. ആര് സങ്കടമായി ചെന്നാലും സ്വന്തം മക്കളെ പോലെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനുള്ള ആ ഒരു ഉമ്മയുടെ കെയറിങ് ഒന്ന് വേറെ തന്നെയാണ്. അല്ല, ഇതൊക്കെ എങ്ങനെ എൻ്റെ ആൾ അറിഞ്ഞു? ഇതൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. നിന്നോട് പറയാൻ എനിക്കൊരു ചാൻസ് നമുക്ക് കിട്ടണ്ടേ അറിയാത്ത ഒരാളെ കുറിച്ച്. പക്ഷേ ആ വീട്ടിലേക്കാണ് കേസിന് വേണ്ടി പോകുന്നത് എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അതുമാത്രമല്ല, തറവാട്ടിലെ ദാനധർമ്മങ്ങൾ, ഐശ്വര്യം, അവിടെ നടക്കുന്ന അത് ഭയങ്കര പ്രോഗ്രാമൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് എന്ത് ഫംഗ്ഷനും കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാവരും അവിടെ, ഇനിയിപ്പോൾ ഒരു നോമ്പായാലും പെരുന്നാളായാലും നോമ്പുതുറ കാര്യങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും അവിടെ ആയിരിക്കും. എല്ലാ നാട്ടിലുള്ള ഏകദേശം ആളുകൾക്കൊക്കെ ഉള്ള ഫുഡും കാര്യങ്ങളും. അത്യാവശ്യക്കാരായ പാവപ്പെട്ടവർക്ക് അത്താണി ആവശ്യമയാണ്. ആരും അറിയാതെ എത്രയോ കുടുംബങ്ങൾ അവരുടെ തണലിലാണ് നിൽക്കുന്നത്. പക്ഷേ അവർക്കൊരിക്കൽ പോലും അതൊന്നും പുറത്ത് പറയുന്നത് ഇഷ്ടമല്ല. കൈയച്ച് സഹായിക്കുന്നതിലും അതൊന്നും പുറത്ത് പറയാൻ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഇതെല്ലാം പറഞ്ഞപ്പോൾ അതാ റിസ്വാൻ വക്കീലിൻ്റെ മനസ്സിലുള്ള ആ ആശങ്ക അങ്ങ് തീർന്നു. പൂർണ്ണമായൊരു മഞ്ഞുകട്ട പോലെ അത് ഉരുകിപ്പോയി. പകരം ആ ഉമ്മയോടുള്ള വലിയൊരു ആദരവും അവരെ നേരിട്ട് കാണുവാനുള്ള വല്ലാത്തൊരു ആകാംക്ഷയും അവരുടെ ഉള്ളിൽ നിറഞ്ഞു. കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ ഉമ്മയെ കാണാൻ വല്ലാതെ കൊതിയാകുന്നു സഫീർ, റിസ്വാന വികാരഭരിതയായി പറഞ്ഞു. ഇത്രയും വലിയ ചിന്താഗതിയുള്ള, അതെ, പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഉമ്മ ജീവിക്കുന്ന വീടാണെങ്കിൽ എനിക്ക് ധൈര്യമായി അങ്ങോട്ട് പോകാം. തീർച്ചയായും, സഫീർ പുഞ്ചിരിയോടെ പറഞ്ഞു. നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാകും ആ ഉമ്മ നിന്നെ എത്രത്തോളം സ്നേഹത്തോടെയാണ് ചേർത്ത് പിടിക്കുക എന്നത്. ധൈര്യമായി പോകാം. മനസ്സിൽ ആയിഷമ്മയുടെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചിത്രവുമായി വലിയൊരു തണൽമരത്തെ തേടിയെന്ന പോലെ റിസ്വാൻ വക്കീൽ പുത്തൻ വീട് തറവാട്ടിലേക്ക് അതാ എത്താറായി തുടങ്ങി. സഫീർ, ഇനി അത് മാത്രം ലൊക്കേഷൻ അനുസരിച്ച് ഇല്ല, ഇനി ഏകദേശം ഒരു 10-20 മിനിറ്റ് കൂടെ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ 2 ജില്ല പിന്നിട്ടല്ല അങ്ങോട്ട് വന്നത്. നമ്മളിപ്പോൾ ഈ നാട്ടിലാണെങ്കിൽ എന്നോ അവരെ അറിഞ്ഞിരുന്നു, ഞാൻ അറിഞ്ഞിരുന്നു, കേട്ടിരുന്നു, ആരൊക്കെ ഒരു എഴുതിയതൊക്കെ ഞാൻ വായിച്ചിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും അത് നമ്മൾ ഇവിടെ എത്തി ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു ആ ഉമ്മയെ ഒരിക്കലൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ. കാരണം എൻ്റെ ഉമ്മയുടെ സ്ഥിതിയൊക്കെ ആലോചിക്കുമ്പോഴേ തികച്ചും
അല്ല ആ ഉമ്മയും ഈ ഉമ്മയൊക്കെ തമ്മിൽ ഒന്നുമല്ല, എൻ്റെ പെറ്റുമ്മ തന്നെയാണ് എൻ്റെ ഉമ്മ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ ഒരു ഉമ്മമാർ ഈ കാലത്ത് ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയല്ലേ. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകം സഫീറിൻ്റെ കാർ പുത്തൻവീട് തറവാടിൻ്റെ വിശാലമായ മുറ്റത്തേക്ക് ചെന്ന് നിന്നു. മരത്തണലുകളിൽ വീണ ആ മുറ്റത്ത് അപ്പോഴേക്കും കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ട മുഹ്സിൻ തങ്ങളും ഷമ്മാസും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ സഫീറിനെയും റിസ്വാൻ വക്കീലിനെയും സ്നേഹവായ്പോടെയാണ് അവർ സ്വീകരിച്ചത്. മുഹ്സിൻ തങ്ങൾ വാത്സല്യത്തോടെ ചോദിച്ചു, മോളെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? അൽഹംദുലില്ലാ ഉസ്താദ്, സുഖമായിരുന്നു. ആവശ്യമുള്ള എല്ലാ രേഖകളും വിവരങ്ങളും ആയിഷമ്മയോട് തന്നെ നീ ചോദിച്ചറിഞ്ഞ് ഫയലിലാക്കണം കേട്ടോ. തങ്ങളെ, ഇൻഷാ അല്ലാ, അതൊക്കെ ഞാൻ കൃത്യമായി ചെയ്തോളാം. തികഞ്ഞ ആദരവോടെ റിസ്വാന മറുപടി നൽകി. അതിഥികൾ എത്തിയെന്ന് വിവരമറിഞ്ഞതും അകത്ത് നിന്നും ആയിഷുമ്മ തിടുക്കത്തിൽ സിറ്റൗട്ടിലേക്ക് വരാനൊരുങ്ങി. ആശുപത്രി വിട്ട് വീട്ടിലെത്തിയതേ ഉള്ളൂ എന്ന ഓർമ്മയിൽ നുസൈബ ഓടിയെത്തി ഉമ്മയെ തടഞ്ഞു. ഉമ്മ ഇങ്ങനെ ഓടല്ലുമ്മ, പഠിച്ചോൻ ഇങ്ങനെ ഓടല്, ഇപ്പം ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടില്ലുള്ളൂ, ഒന്ന് തല കറങ്ങിയാലോ. ഉമ്മ പതുക്കെ നുസൈബ കൈ പിടിച്ചു. എനിക്കൊന്നുമില്ല മോളെ, ഉമ്മ വിടർന്ന ചിരിയോടെ പറഞ്ഞു. ഒടുവിൽ നുസൈബയുടെ കൈയും പിടിച്ച് ആയിഷുമ്മ സിറ്റൗട്ടിലേക്ക് പടികൾ കയറി വന്നു. അപ്പോഴാണ് മനോഹരമായ കാഴ്ച ആയിഷുമ്മ കാണുന്നത്. കാറിൽ നിന്നിറങ്ങി വരുന്നത് ഒരു സാധാരണ പെൺകുട്ടിയാണ്. ഒരു തുള്ളി അഹങ്കാരമോ ആർഭാടമോ ഇല്ലാത്ത മാന്യമായ ചുരിദാറും ഒരൊറ്റ മുടിയുടെ പോലും പുറത്ത് കാണാത്ത വിധം ഭംഗിയായി ധരിച്ച മഫ്തയും അണിഞ്ഞ് മുഖത്തൊരു പവിത്രമായ പുഞ്ചിരിയോടെ റിസ്വാന വക്കീൽ അകത്തേക്ക് കയറി വന്നു. ആ കാഴ്ച കണ്ടതും ആയിഷുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷവും വാത്സല്യവും അലതല്ലി. മറുഭാഗത്ത് റിസ്വാന വക്കീലും ഒരു നിമിഷം അത്ഭുതത്തോടെ സ്തബ്ധയായി നിന്നുപോയി. പ്രായത്തിൻ്റെ തളർച്ചയിലും ആയിഷമ്മയുടെ ആ വട്ടമുഖത്തിനും കരുണ പറ്റാത്ത വെളിച്ചമുള്ള കണ്ണുകൾക്കും വല്ലാത്തൊരു തേജസ്സുണ്ടായിരുന്നു. ആ മുഖത്തെ മനോഹരമായ പുഞ്ചിരി കണ്ടപ്പോൾ തന്നെ റിസ്വാന ഉള്ളിലെ എല്ലാ ഭയവും അവളുടേത് മഞ്ഞുകട്ട പോലെ ഉരുകിപ്പോയിരുന്നു. കാരണം എന്താണെന്നറിയില്ല, അതെ, പറഞ്ഞതുപോലെ തന്നെ ഞാൻ മനസ്സിൽ കണ്ട മുഖം തന്നെയാണ് ആയിഷുമ്മക്ക്. തൊട്ടടുത്ത നിമിഷം നിർവചിക്കാനാവാത്ത ഏതോ ബന്ധത്തിൻ്റെ നൂലിഴയാൽ ആകൃഷ്ടിയായതുപോലെ റിസ്വാന ഓടിച്ചെന്ന് ഉമ്മയുടെ കൈകൾ പിടിച്ചു. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം എൻ്റെ മോളെ. റിസ്വാന ആദരവോടും സ്നേഹത്തോടും ആയിഷുമ്മയെ ചേർത്തണച്ചു പുണർന്നു. ഉമ്മാക്ക് സുഖല്ലേ മോളെ? അൽഹംദുലില്ലാ, എനിക്കിപ്പോൾ ഒരു വിഷമമില്ല മോളെ. വാ മോളിരിക്കെ. ആയിഷുമ്മ റിസ്വാന വക്കീലിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് തൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുത്തി. മോളിരിക്കെ. വർഷങ്ങളായി പരിചയമുള്ള സ്വന്തം പെൺമക്കളെ പോലെ ആയിഷുമ്മ ആ കുട്ടിയുടെ തലയിൽ കൈവച്ച് പതുക്കെ തലോടി. ചുറ്റും നിന്നിരുന്ന ഷമ്മാസിൻ്റെയും നുസൈബയുടെയും മുഹ്സിൻ തങ്ങളുടെയും കണ്ണുകൾ ആ നിമിഷം സന്തോഷ കണ്ണീർ നിറഞ്ഞു. ആശുപത്രിയിലെ വിഷമതകൾ കഴിഞ്ഞതിന് ശേഷം പുത്തൻവീട് തറവാട്ടിലേക്ക് എത്തിയ ആയിഷുമ്മക്ക് അത് വല്ലാത്തൊരു പവിത്രമായ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മനോഹരമായൊരു വസന്തം വിരിയുകയായിരുന്നു. ആയിഷുമ്മ റിസ്വാൻ വക്കീലിൻ്റെ വിരലുകൾക്കിടയിലേക്ക് സ്വന്തം കൈവിരലുകൾ കോർത്തു പിടിച്ചു. രോഗത്തിൻ്റെ തളർച്ചയിൽ ആ കൈകൾ നേരിയ തോതിൽ വിറക്കുന്നുണ്ടായതായിട്ട് അവൾക്ക് തോന്നി. ചുറ്റും നിന്നവരുടെ മുഖങ്ങളിലെ സന്തോഷം മാഞ്ഞു. പെട്ടെന്ന് വല്ലാത്തൊരു ഗൗരവവും നിശബ്ദതയും സിറ്റൗട്ടിൽ പടർന്നു. മോളെ. ആയിഷമ്മയുടെ ശബ്ദമിടറി. കണ്ണുകളിൽ നിന്നും കണ്ണീർ തുള്ളികൾ ഇറ്റി വീഴാൻ തുടങ്ങി. ഉമ്മ എന്തിനു കരയുന്നത്? സങ്കടപ്പെടാതെ പറയുമ്മ, ഉമ്മക്ക് എന്തും എന്നോട് പറയാട്ടോ. റിസ്വാന വിതുമ്പുന്ന ആയിഷമ്മയുടെ മടിയിലേക്ക് അല്പം കൂടി ചേർന്നിരുന്ന് ഉമ്മയുടെ മറ്റേ കൈയും കോർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു. അവരുടെ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണുനീർ റിസ്വാന വക്കീൽ പതുക്കെ തുടച്ചു കൊടുത്തു. ഇല്ലുമ്മ, ഉമ്മക്കറിയാതെ കാര്യം പറയേ. ഉമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണം, എല്ലാം തുറന്ന് പറഞ്ഞോളി. മോളെ, മോൾക്ക് സുഖല്ലേ? ഉമ്മ അൽഹംദുലില്ലാ. മോളെ നിന്നെക്കുറിച്ച് ക്ഷാമവും കുറേയൊക്കെ പറഞ്ഞിരുന്നു, ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഈ മുസ്ലിം തങ്ങളാ മോളെ ഞങ്ങളെ കാണാൻ, മോളുള്ള കാര്യമൊക്കെ കാണാൻ വേണ്ടി പറഞ്ഞതും ഇങ്ങോട്ട് വിളിച്ചതൊക്കെ. പൊന്നാര മോളെ, നമ്മളറിയാതെ ഓരോ തെറ്റും കുറ്റമൊക്കെ ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ. ഉമ്മ സങ്കടത്തോടെ നെഞ്ചത്ത് കൈവച്ച് ഉമ്മ പറയുമ്പോൾ അവൾ പറഞ്ഞു, ഉമ്മങ്ങൾ വിഷമിക്കില്ലേ, ഉമ്മ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞോളി. ഷമ്മാസും നുസീബയും ഉമ്മയുടെ ഈ പെട്ടെന്നുള്ള ഇമോഷണൽ മാറ്റം കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. ഉമ്മ ടെൻഷനാവല്ലേ? അതെ, ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? ഷമ്മാസ് അടുത്തേക്ക് വരാൻ തുടങ്ങിയെങ്കിലും മുഹ്സിൻ തങ്ങൾ അവനെ കണ്ണുകൊണ്ട് തടഞ്ഞു. വേണ്ട, എല്ലാം തുറന്നു പറയട്ടെ എന്നുള്ള രീതിയിൽ. ആയിഷമ്മ റിസ്വാന വക്കീലിൻ്റെ കൈകൾ ഒന്നുകൂടി
മുറുകെ പിടിച്ച് തുടർന്നു. പൊന്നാര മോളെ, എൻ്റെ മോൻ നവാസ് അവൻ തികച്ചും നിരപരാധിയാണ് മോളെ. വായിൽ വിരലിട്ടാൽ പോലും കടിക്കാൻ അറിയാത്ത അത്ര പാവത്താനായൊരു കുട്ടിയാണ് ഓന്. തെറ്റും ശരിയും പോലും വകതിരിച്ച് കൊടുക്കാൻ അവൻ ആരെയും ഉപദ്രവിക്കാറില്ല, ആരോടൊന്നും പറയാറില്ല, ഗുണത്തിനും പോലില്ല ദോഷത്തിനും പോലില്ല. എൻ്റെ കുട്ടി എവിടെയാണ് മോളെ? പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടു. കേൾക്കാത്ത കുറ്റവും ചെയ്യാത്ത കുറ്റവും അവൻ്റെ തലയിൽ വെച്ച് കെട്ടി അവർ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ പഠിച്ചവനാണെങ്കിൽ സഹിക്കണില്ല മോളെ. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കുട്ടിയല്ലത്. ആയുഷ്മ വല്ലാതെ വിങ്ങിപ്പൊട്ടി. ഒരു നെഞ്ചു പൊട്ടുന്ന വേദനയാണ് സിറ്റ് ഔട്ടിലുള്ളവർക്കെല്ലാം അനുഭവപ്പെട്ടത്. ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ കുട്ടി എനിക്ക് തിരികെ വേണം മോളെ. അവൻ ഈ ദുനിയാവിലൊരു തെറ്റും ചെയ്യാൻ അറിയില്ല, ഇതുവരെ ചെയ്തിട്ടുമില്ല, എല്ലാവരും സഹായിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ കുട്ടി, നീ എൻ്റെ മോനെ രക്ഷിക്കണം മോളെ. അവനെ ഇരുട്ടിൽ നിന്ന് പുറത്തിറക്കണം പൊന്നാര മോളെ. ഉമ്മയുടെ വാക്കുകൾ കേട്ട റിസ്വാൻ വക്കീലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. വെറുമൊരു കേസ് ഫയലിലെ കടലാസുകളിൽ വായിച്ച അക്കങ്ങളും വകുപ്പുകളുമല്ല ഇതൊന്നും. ഒരു ഉമ്മയുടെ കണ്ണീരും ജീവൻ്റെ തുടിപ്പുമാണെന്നും അവൾക്ക് ബോധ്യമായി. റിസ്വാൻ വക്കീൽ ആയുഷമ്മയുടെ കൈ തഴുകി ഉമ്മയുടെ മുഖത്തേക്ക് തികഞ്ഞ ഉറപ്പോടെ നോക്കി പറഞ്ഞു, ഉമ്മ, നിങ്ങൾ കരയരുത്. ഇത് നിങ്ങളുടെ റിസ്വാന മോളാണ് പറയുന്നത്. നവാസ്ക നിരപരാധിയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ മുന്നിൽ സത്യസന്ധനാണെങ്കിൽ, ഈ ലോകത്ത് എത്ര വലിയ ആളുകൾ വിചാരിച്ചാലും അവന് കൊടുക്കാൻ കഴിയില്ല. ഞാനുണ്ടാകും നവാസ്കക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ. ആ മകനെ ഒരു പോറലും ഏൽക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ തിരികെ കൊണ്ടുവന്ന് തരും. ഇത് ഞാൻ തരുന്ന ഉറപ്പാണ് ഉമ്മ. എന്നാൽ അത് കേട്ടപ്പോൾ ഐഷുമ്മ വിതുമ്പി. റിസ്വാനയുടെ കണ്ണുകളിലെ ആത്മവിശ്വാസവും വാത്സല്യം നിറഞ്ഞ വാക്കുകളും ആയുഷമ്മയുടെ ഉള്ളിലേക്ക് വലിയൊരു തണലായി പെയ്തിറങ്ങി. കൈകളിലെ വിറയൽ പതുക്കെ മാറി. ഉമ്മ കൊച്ചു വക്കീലിനെ നെറ്റിയിൽ വിതുമ്പിക്കൊണ്ട് ഉമ്മ വെച്ചു. എന്നാൽ ആ സിറ്റ് ഔട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും മുഴുവൻ റിസ്വാന വക്കീൽ എന്ന സാധാരണ പെൺകുട്ടിയുടെ തോളിലേക്ക് അമരുകയായിരുന്നു. ഉമ്മ, പാവപ്പെട്ട ആളുകൾക്കും ജീവിക്കണ്ടേ ഉമ്മ? അവർ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ജീവിക്കണം. അവരുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഒരു വിഷമവും ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെയാണ് ഉമ്മ എൻ്റെ ആഗ്രഹം. കേസിൻ്റെ പുറകെ വലിയ സാഹസങ്ങൾ വേണ്ടിവരും, വലിയ ആളുകൾ എതിർത്ത് നിൽക്കും. പക്ഷേ എന്തൊക്കെ തന്നെയായാലും ഇൻഷാ അല്ലാഹ് നോക്കിക്കോളി, ഞാൻ നവാസ്കയെ മോചിപ്പിക്കും ഉമ്മ, ഇൻഷാ അല്ലാഹ്, ഉറപ്പാണ്. റിസ്വാന വക്കീൽ നല്ലൊരു ഉറപ്പ് ഉമ്മാക്ക് നൽകി. ഉമ്മയുടെ മുഖം തെളിഞ്ഞു. അതേ മക്കളെ, എന്തെങ്കിലും ഫുഡ്? അപ്പോഴേക്കും നുസൈബയെല്ലാം ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിരുന്നു. പഠിച്ചവനെ, ഇത്രയൊന്നും വേണ്ട, ഒരുപാടുണ്ടല്ലോ. അതിനെന്താ, നിങ്ങൾ കഴിക്കേ. അങ്ങനെ അത് സ്നേഹത്തോടെ എല്ലാവരെയും നുസൈബയും വിളിച്ചിരുത്തുന്നു. സത്യം പറഞ്ഞ ഉമ്മാക്ക് അതെല്ലാം കൂടി കണ്ടപ്പോൾ പഠിച്ചവനെ, എങ്ങനെ ഉണ്ടാവുമല്ലോ പെൺകുട്ടികളുടെ നുസിനെ പോലത്തെ ഒരു പെണ്ണെന്നെ. അതെ റിസ്വാന, പഠിച്ചവനെ മാഷാ അല്ലാ. എന്നാൽ ഉമ്മ അതാ നവാസിനോട് ചോദിക്കുന്നു, അല്ല മോനെ, മോൻ്റെ വീട് ഇപ്പോൾ എവിടെയാണ്? മോൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അത് ഉമ്മയുണ്ട്, പിന്നെ എനിക്ക് ജ്യേഷ്ഠനുണ്ട്, പിന്നെ ഫാമിലി കൂട്ടുകുടുംബമൊക്കെ ഉണ്ട്, വല്യമ്മ അവരൊക്കെ ഉണ്ട്. ആണല്ലേ, മാഷാ അല്ലാ മോനെ, വല്യമ്മമാരൊക്കെ വീട്ടിലുണ്ടായ ബർക്കത്താണ്. നമ്മൾ പലരും വല്യമ്മമാർക്ക് ഇരിക്കാൻ കഴിയൂല, കയറാൻ കഴിയൂല ഇറങ്ങാണ്ടേ മൂലക്കിൽ അവിടെ ഇരുത്തും. എന്നിട്ട് പിന്നെ അറ്റങ്ങൾക്കൊരു സുഖമില്ല, സമാധാനമില്ല, അങ്ങനെ ആയിരിക്കും അവരുടെ സ്ഥിതി. പലരുടെയും ഇരുട്ടിലിട്ട പോലെ ആയിരിക്കും. പഠിച്ചവനെ, എൻ്റെ മക്കൾക്ക് ഏതെല്ലാം ഒന്നും തോന്നിയിട്ടില്ല, തോന്നാൻ നിൽക്കട്ടെ. അല്ല കുട്ടിയെ, വല്യമ്മക്ക് ഒട്ടുവരെ പ്രായം ഉണ്ടാ? വല്യമ്മക്ക് 75, 78ഒക്കെ എന്തായാലും ഉണ്ടാവുമായിരിക്കും. മോനെ, നല്ലോണം നോക്കിക്കോ, പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കൂലി ഉണ്ടാവും കേട്ടോ. വയസ്സായ വല്യമ്മമാരെയും ഉമ്മാരൊക്കെ നമ്മൾ നോക്കണം, ഓരൊന്നും പുറന്തള്ളാൻ പാടില്ല. ഒരു നിമിഷം സഫീർ ഒന്ന് ഞെട്ടി. റബ്ബേ, തള്ളിയതിനെ ഞാൻ പിടിച്ചതാണ്. എൻ്റെ ഉമ്മയും എൻ്റെ ജ്യേഷ്ഠനും കൂടെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിട്ടതാണ്. എന്തൊക്കെ തന്നെയല്ല ഞാൻ എൻ്റെ വല്യമ്മയെ രക്ഷിച്ച്. പഠിച്ചവനെ, റബ്ബിർഹമുക്കമ്മ റബ്ബിയാനി സ്വൈറ. ഒരു നിമിഷം സഫീർ ദുആ ചെയ്തു. അങ്ങനെ അതാ അവരെല്ലാവരും ഫുഡെല്ലാം കഴിച്ച് കേസിലേക്കുള്ള കാര്യങ്ങളിലേക്ക് അതാ നമ്മുടെ റിസ്വാന വക്കീൽ കടക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.